എമ്പുരാൻ ഇങ്ങനെ കത്തിക്കയറി നിന്ന് വിഷുദിനത്തിലും തിയേറ്ററിൽ കത്തിക്കാനായി എമ്പുരാൻ നിൽക്കുമ്പോൾ അത് കഴിഞ്ഞ് എത്താൻ പോകുന്നത് തുടരും എന്ന ചിത്രമാണ്. മോഹൻലാലിനെ നായകനാക്കി തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് തുടരും. ഒരു സാധാരണക്കാരനായ ടാക്സി ഡ്രൈവറെ വേഷത്തിലാണ് സിനിമയിൽ മോഹൻലാൽ എത്തുന്നത്. സിനിമയുടെ എല്ലാ അപ്ഡേറ്റുകൾക്കും മികച്ച സ്വീകാര്യതയാണ് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും ലഭിക്കുന്നത്. ഇപ്പോഴിതാ സിനിമയുടെ ആവേശം വർദ്ധിപ്പിച്ചുകൊണ്ട് സംവിധായകൻ തരുൺമൂർത്തി പങ്കുവച്ച ഒരു പോസ്റ്റ് ശ്രദ്ധ നേടുകയാണ്. മോഹൻലാലിനൊപ്പമുള്ള ചിത്രം പങ്കുവച്ചുകൊണ്ട് ഇരുവരും തമ്മിലുള്ള ഒരു സംഭാഷണമാണ് തരുൺമൂർത്തി ഷെയർ ചെയ്തിരിക്കുന്നത്. എല്ലാവരും വലിയ ആവേശത്തിലാണ് ലാലേട്ടൻ മോനെ ഞാനും എന്നാണ് തരുൺമൂർത്തി നൽകിയിരിക്കുന്ന ക്യാപ്ഷൻ. ഏപ്രിൽ 25-നാണ് തുടരും തിയേറ്ററിലേക്ക് എത്തുന്നത്. ഷൺമുഖം എന്ന കഥാപാത്രത്തെയാണ് മോഹൻലാൽ തുടരും എന്ന ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. മോഹൻലാലിന്റെ ഒരു പക്ക എനർജറ്റിക് പെർഫോമൻസ് ആയിരിക്കും തുടരും എന്ന സിനിമയിലേത് എന്ന സൂചനയാണ് നേരത്തെ പുറത്തുവിട്ട ട്രെയിലർ നൽകുന്നത്. മോഹൻലാൽ അടുത്തിടെ ദൃശ്യം പോലൊരു സിനിമയായിരിക്കും തുടരും എന്ന രീതിയിൽ പറയുകയും ചെയ്തപ്പോൾ അതിന് മറുപടിയുമായി തരുൺമൂർത്തി എത്തിയുണ്ടായി. തുടരും എന്നത് അങ്ങനെയൊരു ചിത്രമല്ല എന്നാണ് തരുൺമൂർത്തി വ്യക്തമാക്കിയതും. തുടരും ഒരു കുടുംബ ചിത്രമാണെന്നും ദൃശ്യം സിനിമയുമായി ഇതിന് ഒരു തരത്തിലും താരതമ്യപ്പെടുത്തേണ്ടതില്ലെന്നും തരുൺമൂർത്തി പറയുകയുണ്ടായി. മലയാള സിനിമയിൽ അപൂർവമായി സംഭവിക്കുന്ന സിനിമയാണ് ദൃശ്യമെന്നും തുടരും ഒരു പാവം കുടുംബചിത്രമാണെന്നും അദ്ദേഹം പറയുന്നത്. ഈ സിനിമയെ മലയാളി കുടുംബങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു ഫാമിലി ഡ്രാമ അഥവാ സോഷ്യൽ ഡ്രാമ എന്ന് വിശേഷിപ്പിക്കാനാണ് ഞങ്ങൾക്ക് ഇഷ്ടമെന്നും തരുൺമൂർത്തി പറയുന്നുണ്ട്. എന്തായാലും മോഹൻലാലിന്റെ ഗംഭീരമായ ചില അഭിനയ മുഹൂർത്തങ്ങൾ തുടരുമെന്ന ചിത്രത്തിൽ കാണാൻ കഴിയും എന്ന് തന്നെയാണ് പലരും ഉറപ്പിച്ച് വിശ്വസിക്കുന്നത്. കാരണം ആ ഒരു ചെറിയ സംഭവങ്ങളൊക്കെ ട്രെയിലറിൽ വന്നുപോയത് പ്രേക്ഷകർ നോട്ടീസ് ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് മോഹൻലാൽ സാക്ഷാൽ ഇച്ചാക്കയ്ക്ക് ആശംസകളുമായി എത്തുന്നത്. ഈ ഒരു നിമിഷം കാണാൻ കാത്തിരിക്കുകയായിരുന്നു പ്രേക്ഷകരും. കാരണം എമ്പുരാൻ എന്ന സിനിമ ഇറങ്ങിയപ്പോഴും ഇതുപോലൊന്ന് നടന്നിരുന്നു. വർഷങ്ങളായി മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന നടന്മാരാണ് മോഹൻലാലും മമ്മൂട്ടിയും. ഇരുവരും തമ്മിൽ കാത്തു സൂക്ഷിക്കുന്ന സൗഹൃദം എപ്പോഴും ചർച്ചയാകാറുണ്ട്. ഇപ്പോൾ മമ്മൂട്ടിയുടെ പുതിയ ചിത്രം ബസൂക്കയ്ക്ക് ആശംസകളുമായി എത്തിയിരിക്കുകയാണ് മോഹൻലാൽ. ബെസ്റ്റ് വിഷസ് ഡിയർ ഇച്ചാക്ക ആൻഡ് ടീം എന്നാണ് മോഹൻലാൽ കുറിച്ചിരിക്കുന്നത്. ഒപ്പം പുതിയതായി പുറത്തിറങ്ങിയ സിനിമയുടെ പ്രീ റിലീസ് ടീസർ മോഹൻലാൽ പങ്കുവച്ചിട്ടുണ്ട്. ഇതിന് മറുപടിയുമായി ലാലുവിന് താങ്ക്സ് പറഞ്ഞുകൊണ്ടാണ് ഇച്ചാക്ക സോഷ്യൽ മീഡിയയിൽ എത്തിയതും. മോഹൻലാലിന്റെ എമ്പുരാൻ കഴിഞ്ഞ് വലിയ പ്രശംസയും ബോക്സ് ഓഫീസ് വിജയവും കഴിഞ്ഞപ്പോൾ ഇനി മമ്മൂക്കയുടെ ഊഴമാണ്. മമ്മൂക്കയിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ പ്രേക്ഷകർ നൽകുന്ന ഒരു ചിത്രം കൂടിയാണ് ബസൂക്കയും. ബസൂക്കയ്ക്കുമുണ്ട് ആ ഒരു പ്രത്യേകതകളും. ഇപ്പോൾ പുറത്തു വന്ന പ്രീ റിലീസ് ടീസർ ചിത്രത്തിന്റെ ഹൈപ്പ് ഒന്നുകൂടെ കൂട്ടിയിട്ടുണ്ട്. അപ്പോഴാണ് ഈ പടം ഇറങ്ങിക്കഴിയുമ്പോൾ അതിലെ മമ്മൂക്കയുടെ ഗെറ്റപ്പ് കണ്ട് ഞെട്ടും എന്ന് പ്രൊഡക്ഷൻ ഡിസൈനർ ഷിജി പട്ടണം പറയുന്നത്. ഒരു രക്ഷയുമില്ല, സ്റ്റൈലിഷ് ആണ്. ഇതിൽ മറ്റൊരു ഗെറ്റപ്പിൽ വരുന്നുണ്ട്, അതാണ് ഞെട്ടാൻ പോകുന്നത്. അതിന്റെ ഒരു കാര്യവും ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. സിനിമ ഇറങ്ങി ആ ഗെറ്റപ്പ് കാണുമ്പോഴാണ് ഞെട്ടാൻ പോകുന്നത്. അതിന്റെ ലുക്ക് തന്നെ വേറെയാണ്. ആ ഗെറ്റപ്പിൽ മമ്മൂക്ക നിൽക്കുന്നത് ദൂരെ നിന്ന് കാണുമ്പോൾ തന്നെ നമ്മുടെ രോമമൊക്കെ എഴുന്നേൽക്കും എന്ന് ഷിജി പട്ടണം ഒരു ഓൺലൈൻ ചാനൽ നൽകിയ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. ഏപ്രിൽ 10-നാണ് ചിത്രം ആഗോളതലത്തിൽ റിലീസ് ചെയ്യുന്നത്. മലയാളത്തിലെ എക്കാലത്തെ മികച്ച രചയിതാക്കളിൽ ഒരാളായ കലൂർ ഡെന്നിസിന്റെ മകനാണ് ഈ ചിത്രത്തിന്റെ സംവിധായകനായ ഡിനോ ഡെന്നിസ് എന്നതും ബസൂക്കയുടെ പ്രത്യേകതയാണ്. മമ്മൂട്ടിക്കൊപ്പം പ്രശസ്ത തമിഴ് സംവിധായകനും നടനുമായ ഗൗതം വാസുദേവ് മേനോനാണ് നിർണായകമായ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. ബെഞ്ചമിൻ ജോഷോ എന്ന കഥാപാത്രമായാണ് ഗൗതം മേനോൻ ഈ ചിത്രത്തിൽ വേഷമിട്ടിരിക്കുന്നത്.